ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്ത് പുതിയൊരു ജീവിതത്തിലേക്ക് മാറാൻ നിങ്ങൾക്ക് സമയമായോ? നിങ്ങൾക്കതിന് സാധിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെ എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇന്ന് എന്താണ് ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമെന്ന് നോക്കാം. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലൊരു ദുഃഖമുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില കുറ്റബോധം ഉണ്ടാവാം. ചിലപ്പോൾ അതിനെ തുടർന്നുള്ളൊരു ദുഃഖമാവാം. അതായത് പാസ്റ്റിൽ നടന്ന ഏതോ കാര്യത്തെ ഓർത്ത് നിങ്ങളിപ്പോഴും വിഷമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സ് വല്ലാതെ സമ്മർദ്ദത്തിലാവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇവിടെ വളരെ നിഷ്കളങ്കരായ വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ നിഷ്കളങ്കതയെ മുതലാക്കി, നിങ്ങളിലെ ആ ഒരു മനസ്സിനെ മുതലാക്കി, നിങ്ങളെ മുന്നിൽ നിർത്തി നിങ്ങളറിയാതെ മറ്റേതെങ്കിലും കാര്യത്തിന് ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഒരു പക്ഷേ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അതിലൊരു വിഷമം തോന്നുന്നതാവാം. ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യമോർത്ത് നിങ്ങൾ കുറ്റബോധത്താൽ നീറുന്നതാവാം. അതുമല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മുന്നിലെത്തിയ അവസരങ്ങളെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കുറ്റബോധമാവാം. ആ ഒരു കുറ്റബോധം നിങ്ങളിൽ ദുഃഖമായിട്ട് മാറിയതാവാം. അപ്പോൾ നിങ്ങളിപ്പോൾ സാമ്പത്തികപരമായിട്ടോ അല്ലാതെയോ ഏതെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു സന്തോഷം കടന്നു വരുന്നു എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ആ ദുഃഖങ്ങളെല്ലാം അകലാനുള്ള സമയമായി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയൊരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ അബണ്ടൻസ് ആണ് വന്നിട്ടുള്ളത്. സമൃദ്ധിയുടെ സമയത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ വിഷമിക്കുന്നുണ്ടാവാം. റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ടാവാം. അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങളാവാം. അങ്ങനെ ഏത് പ്രശ്നങ്ങൾ നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ പോലും അതിനിവിടെ ഒരു അവസാനമുണ്ടാകുന്നുണ്ട്. നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ തന്നെ സംഭവിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ ക്ലീനിങ് ടു ദ പാസ്റ്റ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായ കുറേ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിൽ മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കിയത്, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ പരിഹസിച്ചത്, മറ്റുള്ളവർ ചീറ്റ് ചെയ്തത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വളരെയധികം വേദനിക്കുന്നുവെന്നാണ്. അത് നിങ്ങൾ അടക്കി പിടിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളത് വിട്ട് കളയുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നിങ്ങളിനി ഭാവിയിലേക്ക് നോക്കുക, ഭാവി കാര്യങ്ങൾ നോക്കുക. ഈ ഒരു പ്രസൻറ്റ് ലൈഫിൽ നിങ്ങൾ ജീവിക്കുക എന്നാണ്. നമ്മൾ പാസ്റ്റിലേക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ കാര്യമാണ്. അത് കടന്നുപോയി. അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും എല്ലാവരുടെയും ജീവിതത്തിലും ഉണ്ടാകാം. നമ്മൾ കാണുന്ന പലരുടെയും പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിരിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ എല്ലാവരുടെ ജീവിതത്തിലും വേദനകളും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ്
ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്ക് വളരെ സന്തോഷവും സമൃദ്ധിയുമൊക്കെ അനുഭവിക്കുന്ന ആ ഒരു സമയത്തിലേക്കാണ് നിങ്ങളിനി പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയും അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് പോലെയും ഒന്നുമല്ല കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്ന ഒരു എനർജി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി വെച്ചിരുന്ന കാര്യങ്ങൾ തെറ്റായിരുന്നു. അതായത് ചില വ്യക്തികളെ പറ്റിയുള്ള ചില കാഴ്ചപ്പാടുകളാകാം. അതായത് അവർ ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്കിപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിക്ക് എന്നോടിങ്ങനെ ചെയ്യാൻ പറ്റുമോ, എന്നോടിങ്ങനെ വിശ്വാസവഞ്ചന ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അതോർത്ത് വിഷമിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കിതിനെ വിട്ടുകളയാനും ഒട്ടു പറ്റുന്നുമില്ല. അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു പെയിൻഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ വിട്ടുകളയാൻ ശ്രമിക്കുക എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് അതിനുള്ളൊരു എനർജി യൂണിവേഴ്സ് നൽകുന്നുണ്ട്. അതുമാത്രമല്ല, പല കാര്യങ്ങളെയും നിങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാടോടെ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ്. അതുപോലെ ഇതിൽ കംപ്ലീഷൻ എന്നൊരു കാർഡുണ്ട്. അതൊരു വേൾഡ് കാർഡാണ്. പക്ഷേ അതിലൊരു പീസ് മിസ്സിംഗ് ആണ്. അതായത് നിങ്ങളുടെ ഒരു ഭാഗം നിങ്ങളിലില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് വേറെ ആരിലോ ആണ്. ആ ഒരു കാര്യം നിങ്ങൾ തിരിച്ചു പിടിക്കാനുള്ളൊരു വ്യഗ്രതയിലായിരിക്കാം ഇപ്പോൾ. അതിനുള്ള പരിശ്രമത്തിലായിരിക്കാം നിങ്ങളിപ്പോൾ. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നുണ്ട്, ഈ ഒരു സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് അല്ല. നിങ്ങളുടെ എഫേർട്ടും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവും ഒക്കെ നിങ്ങൾ വേറൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിനോ നിങ്ങൾ കൊടുത്തിരിക്കാം. അല്ലെങ്കിൽ അതിന് നിങ്ങൾ അടിമപ്പെട്ടു പോയെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് കൊടുത്തതായിരിക്കാം. നിങ്ങളുടെ സ്നേഹം, നിങ്ങൾക്ക് അവരോട് ആ ഒരു സ്നേഹമുള്ളത് കൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരു ഭാഗം തന്നെ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ നിങ്ങൾക്ക് അതിൽ ഒരു നിരാശയുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ തിരിച്ചെടുക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് നഷ്ടമായിരിക്കുന്ന ആ ഒരു കാര്യം അവരിൽ നിന്നും തിരിച്ചെടുക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല, അങ്ങനെ തന്നെ പറയാം. കാരണം നിങ്ങളിവിടെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കൊണ്ട് അതിന് സാധിക്കുന്നില്ല. അത്രത്തോളം ആ ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിഷമമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അതിനൊരുപാട് എഫേർട്ട് എടുക്കേണ്ട എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കിവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നുണ്ട് എന്നാണ്. ഇവിടെ ബിയോണ്ട് ഇല്യൂഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ അവസ്ഥയെല്ലാം മറികടന്ന് നിങ്ങൾ പുതിയൊരു പരിവർത്തനത്തിലേക്ക് മാറുന്നു എന്നാണ്. പുതിയൊരു തുടക്കത്തിലേക്ക് മാറാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്നാണ്. അതുപോലെ ഇവിടെ ബിയോണ്ട് ഇല്യൂഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ നടന്ന എന്തോ ഒരു കാര്യം നിങ്ങളെ വളരെ വലിയൊരു പരിവർത്തനത്തിലേക്ക് എത്തിച്ചു എന്നാണ്, അല്ലെങ്കിൽ എത്തിക്കുമെന്നാണ്. ചിലപ്പോൾ ഒന്നിലധികം തവണ നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഒരു വ്യക്തി തന്നെ പലതവണ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഒരു തവണ അങ്ങനെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായപ്പോൾ പോലും നിങ്ങൾ വിചാരിക്കും, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ചതി ഇയാളുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടാവില്ല എന്ന്. ഈ ഒരു പ്രാവശ്യം കൊണ്ട് അത് തീർന്നിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയോട് പഴയ രീതിയിൽ തന്നെ പെരുമാറിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ പെരുമാറിയത് കൊണ്ട് തന്നെ വീണ്ടും നിങ്ങളെ ആ വ്യക്തി ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഒന്നിലധികം തവണ ഒരാൾ തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ എന്താണ്, നമുക്ക് എന്ത് സ്ഥാനമാണ് തന്നിട്ടുള്ളത്, നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അല്ല നിങ്ങളുടെ മുന്നിലുള്ള മനുഷ്യർ. അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്.
അതായത് ആരെയൊക്കെ വിശ്വസിക്കണം, ആരെയൊക്കെ മാറ്റി നിർത്തണം എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അതുമാത്രമല്ല, മറ്റുള്ളവരെ മനസ്സിലാക്കാനും, ചിലപ്പോൾ മനസ്സിലാക്കുന്ന ആ ഒരു സമയത്ത് അവിടെ നിങ്ങൾക്കൊരു വേദന നേരിടുമെങ്കിലും അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും തീർത്തും ഒരു പരിവർത്തനം ഉണ്ടാകുന്നു എന്നാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ അതിൽ നിന്നും മാറ്റം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ചിലപ്പോൾ അതിൽ നിന്നുള്ളൊരു പെയിനാവാം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നെല്ലാം പരിവർത്തനപ്പെട്ട് അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഒരു അബണ്ടൻസിൻ്റെ എനർജിയിലേക്ക് മാറുന്നു എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും എല്ലാം കടന്നു വരാൻ സമയമായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഫ്ലവറിങ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയുന്നു. നിങ്ങൾ പൈസ സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാകാം. പല ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടാകാം. നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്നത് തന്നെ പുതിയൊരു ജീവിതമാകാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയുന്നു എന്നാണ്. നിങ്ങൾക്ക് അതെല്ലാം സാധിച്ചെടുക്കാനുള്ള കഴിവ് നിങ്ങളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ളൊരു പുതിയ ജീവിതം നിങ്ങൾ കൊതിക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ ജോലി, സാമ്പത്തികം, അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം ഇതിലേതിലാണെങ്കിലും നിങ്ങളുടെ ആ ഒരു സ്വപ്നം പൂവണിയുന്നു. നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ്. പല കാര്യങ്ങളെയും പുതിയ കാഴ്ചപ്പാടോടെ കാണാൻ സാധിക്കും. അത്തരത്തിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് വളരെ വലിയൊരു മാറ്റമാണ്. നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ആ ഒരു വിഷമങ്ങളെയെല്ലാം മറികടന്ന് നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് പരിവർത്തനപ്പെടുന്നു. നിങ്ങളിലൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകാൻ സമയമായി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.